നെക്സ്റ്റ് അരിത്തമെറ്റിക് സീക്വൻസിൽ നോക്കുന്നതെന്ന് പറഞ്ഞാൽ സം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസാണ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സം എങ്ങനെ കാണാമെന്നുള്ളത്. ഈ രണ്ട് ഇക്വേഷനാണ് നമ്മൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സം കാണാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ ഉണ്ട്, ആ ഒരു വാല്യൂസ് ഏതൊക്കെ വാല്യൂസാണ് ഉള്ളത് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഏത് ഇക്വേഷനാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് Sn is equal to n/2 into x1 plus xn എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ Sn is equal to n/2 into 2x1 plus n minus 1 into d. അതിൽ ഈ x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, xn എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് എത്ര അരിത്തമെറ്റിക് സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ടെന്നുള്ളത്, ആൻഡ് d എന്ന് പറയുന്നത് അറിയാം കോമൺ ഡിഫറൻസ് ആണ്. ഇത്രയുമാണ് ആ ഒരു ഇക്വേഷനിൽ നോട്ട് ചെയ്ത ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. x1, xn, d ആൻഡ് n. നമുക്കൊരു പ്രോബ്ലം നോക്കി എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ 5,8,11 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. ഫൈൻഡ് ദ സം ഓഫ് ദ സീക്വൻസ് അപ് ടു 25th ടേം. 25th ടേം വരെയുള്ള സം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം 5 ആണ്, 8, 11 അങ്ങനെ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം നമ്മുടെ 5 ഉണ്ട്, 8, 11 എന്ന് പറഞ്ഞാൽ പോകുന്നെങ്കിൽ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? 3 ആയിരിക്കും. 3 ആഡ് ചെയ്താണ് പോകുന്നത്. നമുക്ക് കണ്ടുപിടിക്കുന്നത് 25th ടേം വരെയുള്ള സമ്മാണ്. രണ്ട് രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ Sn is equal to n/2 x1 plus xn ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ടേംസ് വേണം, ഫസ്റ്റ് ടേം വേണം, ലാസ്റ്റ് ടേം വേണം. അപ്പം ഞാനിവിടെ ഫസ്റ്റ് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ടേം വേണം, പിന്നെ നമ്പർ ഓഫ് ടേംസ് വേണം. ഇപ്പോൾ 25th ടേം വരെ എന്ന് പറയുമ്പോൾ n എന്ന് പറയുന്നത് 25 ആയിരിക്കും. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്നത് വേണ്ടത് എന്താ? ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ x25 വേണം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ x25 കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. x1 plus 24d. ഫസ്റ്റ് ടേം 5 ആണ്, കോമൺ ഡിഫറൻസ് 3 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 77 കിട്ടും. അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് സം എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഫസ്റ്റ് ടേം, ലാസ്റ്റ് ടേം, നമ്പർ ഓഫ് ടേംസ് മതി. ഓക്കെ, അത് മൂന്നും ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് ചെയ്യാം. അത് മൂന്ന് നമ്മുടെ കയ്യിലുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻഡ് ആൻസർ എന്ന് പറയുന്നത് 1025 ആയിരിക്കും. ഇനി ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എങ്ങനെ സെക്കൻഡ് ഇക്വേഷൻ വെച്ച് ചെയ്യാൻ നോക്കാം. സെക്കൻഡ് ഇക്വേഷൻ n/2 into 2x1 plus n minus 1 into d ആണ്. n എന്ന് പറയുന്നത് 25 ആണ്, കാരണം 25th ടേം വരെയുള്ള കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. x1 എന്ന് പറയുന്നത് 5 ആണ്, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 3 ആണെന്ന് നമുക്കറിയാം. n എന്ന് പറയുന്നത് 25 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എപ്പോഴും ഈ രണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ അഡിഷൻ ചെയ്യാവുള്ളൂ. എപ്പോഴും തെറ്റുന്ന ഒരു സ്റ്റെപ്പാണിത്. ആൻഡ് 25 - 1 എന്ന് പറഞ്ഞാൽ 24 into 3 എന്ന് വരും. ആൻഡ് അറ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 25/2 into 10 plus 72, ആൻസർ 1025. രണ്ട് രീതിയിൽ ചെയ്താലും സെയിം ആൻസർ ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് രണ്ട് രീതിയിലും ഇത് ചെയ്യാം. ഓക്കെ, സെയിം മെത്തേഡ് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അതായത് ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 25 ടേംസ്. എല്ലാത്തിൻ്റെയും 25 ടേംസിൻ്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടേം, കോമൺ ഡിഫറൻസ്, n നമ്പർ ഓഫ് ടേംസ് ഇവിടെ 25 ആണ്. പിന്നെ ലാസ്റ്റ് ടേം കണ്ടുപിടിച്ച് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സമ്മ് കണ്ടുപിടിക്കാം. അതാണ് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചെയ്തു നോക്കാം. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് ആൻഡ് ദ നെക്സ്റ്റ് 20 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 6, 10, 14. 6, 10, 14 എന്ന് പറഞ്ഞു പോകുന്ന ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ആദ്യത്തെ 20 ടേംസും നെക്സ്റ്റ് 20 ടേംസിൻ്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് 20 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ നെക്സ്റ്റ് 20 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. അതിൻ്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് 20 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാം. സീക്വൻസ് എന്ന് പറയുന്നത് 6, 10, അങ്ങനെയാണ് പോകുന്നത്. ഫസ്റ്റ് 20 ടേംസിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 20, S20 കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും വേണം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് x1 ആയിരിക്കും, അത് 6 എന്നുണ്ട്. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 20 ടേം വരെയുള്ള സമ്മല്ലേ, സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ x20 കണ്ടുപിടിക്കണം. x1 plus 19d ആണ്, കോമൺ ഡിഫറൻസ് 4 ആണ്. 6, 10 എന്ന് പറഞ്ഞ് പോകുന്നതുകൊണ്ട് കോമൺ ഡിഫറൻസ് 4 ആണ്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? x20 കിട്ടും. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും n ഇവിടെ 20 ആണ്. 20 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് കണ്ടുപിടിച്ചുകൂടെ? n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 20, x1 6, x20 നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിക്കുന്നത് 82, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻസർ എന്ത് വരും? 880 എന്ന് വരും. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 20 ടേംസിൻ്റെ നമ്മൾ എന്താണെന്ന് കണ്ടുപിടിച്ചു? സമ്മ് 880 ആണ്.
ഇനി അടുത്ത എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് 20 ടേംസ് ആൻഡ് നെക്സ്റ്റ് 20 ടേംസാണ്. അപ്പം നെക്സ്റ്റ് 20 ടേംസ് എന്ന് പറഞ്ഞാൽ 20ാമത്തെ ടേം കഴിഞ്ഞുള്ള 20 ടേംസ് എന്ന് പറഞ്ഞാൽ x21 തൊട്ട് x40 വരെ ആയിരിക്കത്തില്ലേ, അതിൻ്റെ സമ്മ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നു പറയുന്നത് എന്തായിരിക്കും? നെക്സ്റ്റ് 20 ടേംസ് എന്നല്ലേ പറഞ്ഞാൽ, n 20 ആയിരിക്കും. ഇതിൽ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മ് ഇക്വേഷൻ കൊണ്ടിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ x21 ആയിരിക്കും വരുന്നത്. x1 + 20 x1 6 ആണ്, കോമൺ ഡിഫറൻസ് 4 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 86 എന്ന് കിട്ടും. 21st ടേം എന്ന് പറയുന്നത് 86 എന്നാണ് കിട്ടുന്നത്. ആൻഡ് x40 കണ്ടുപിടിക്കണം. സെയിം ഇക്വേഷൻ x1 + 39d വെച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ടേമും കണ്ടുപിടിക്കുന്നു. അപ്പം ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉണ്ട്. നെക്സ്റ്റ് 20 ടേംസ് എന്ന് പറഞ്ഞാൽ n എന്ന് പറയുന്നത് 20 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2480 എന്ന് കിട്ടും. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് 880 എന്ന് കിട്ടി. സം ഓഫ് നെക്സ്റ്റ് 20 ടേംസ് എന്ന് പറയുന്നത് 2480 എന്ന് കിട്ടി. ഡിഫറൻസ് എന്ന് പറയുമ്പം ഇതിൻ്റെ ഡിഫറൻസ് 2480 മൈനസ് 880 ചെയ്യുന്നതാണ് ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. 880 ആണ്. ഓക്കെ, ആൻസർ കിട്ടും. ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. Calculate the difference between the sums of first 20 terms of the arithmetic sequence 6, 10, 14 and 15, 19, 23. അതായത് 6, 10, 14 എന്നുള്ള ആ ഒരു സീക്വൻസിൻ്റെ ഫസ്റ്റ് 20 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ 15, 19, 23 എന്ന് പറഞ്ഞ ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് 20 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. അത് തമ്മിൽ മൈനസ് ചെയ്യുക. അതാണ് ഡിഫറൻസ്. അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ അത് ചെയ്യാനായിട്ട്. ഇക്വേഷൻ നമ്മൾ സമ്മിൻ്റെ ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്താൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഓൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 9. 9ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 100 തൊട്ട് 999 വരെയാണ്. പക്ഷെ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 9 ആയിരിക്കണം. അപ്പോൾ 100 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 9 ആണ്. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്നു. അപ്പം ഡിവിസിബിൾ അല്ല, 9 കൊണ്ട് ഡിവിസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 101 എടുത്ത് നോക്കണം. 102, 103 അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് 108 ആയിരിക്കും 9 കൊണ്ട് ഡിവിസിബിൾ ആവുന്നത്. 100 കഴിഞ്ഞാൽ 108 മാത്രമായിരിക്കും 9 കൊണ്ട് ഡിവിസിബിൾ ആവുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ഇടാം 108 എഴുതി. അടുത്തതെന്ന് പറയുന്നത് 117 ആയിരിക്കും. 9 ആഡ് ചെയ്ത് പോയാൽ മതി. മൾട്ടിപ്പിൾസ് ഓഫ് 9 അല്ലേ, ആഡ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, ആഡ് ചെയ്ത് പോയിട്ട് നമുക്ക് ലാസ്റ്റ് ടേമും കൂടെ വേണം അല്ലേ സം കണ്ടുപിടിക്കാൻ. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമ്പറും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് ടേം നമ്മുടെ കയ്യിലുണ്ട്. ലാസ്റ്റ് ടേം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലാസ്റ്റ് ടേം 999 വരെയാണ് 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉള്ളത്. അപ്പോൾ 999 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആയിരിക്കും റിമൈൻഡർ വരുന്നത്. ദാറ്റ് മീൻസ് 999 മൾട്ടിപ്പിൾ ഓഫ് 9 ആണ്. സോ നമുക്ക് കിട്ടുന്ന സീക്വൻസ്, അതായത് 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 9ൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് 108, 117 എക്സെട്ര അപ് ടു 999 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി, ലാസ്റ്റ് ടേം കിട്ടി. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണം. അതായത് ഈ ഒരു സീക്വൻസ് എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. അപ്പം ഈ 999 എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ ഈ ഒരു സീക്വൻസ് എത്ര ടേം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ xn ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിനെ 999നെ xn ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും x1 + n-1 × d 999 ആവും. x1 എന്ന് പറയുന്നത് 108 ആണ്. കോമൺ ഡിഫറൻസ് എത്ര വെച്ച് ആഡ് ചെയ്ത് പോകുന്നത്? 9ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 9 വെച്ചാണ് ആഡ് ചെയ്ത് പോകുന്നത്. ഇസ് ഈക്വൽ ടു 999. 108 ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും -108 ആവും. ദാറ്റ് ഈസ് 891 ആവും. n-1 × 9 എന്ന് പറയുന്നത് 891 × 9 ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ബൈ 9 ആവും. n-1 എന്ന് പറയുന്നത് 99 എന്ന് കിട്ടും. ആൻഡ് n 1 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ +1 ആവും. n എന്ന് പറയുന്നത് 100 എന്ന് കിട്ടും. ഓക്കെ, നമ്മളിത് ചോദിച്ചിരിക്കുന്നത് സം ആണ്. അപ്പം ഫസ്റ്റ് ടേം 108, ലാസ്റ്റ് ടേം 999, n എന്ന് പറയുന്നത് 100 എന്നും കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി നമുക്കൊരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സം കണ്ടുപിടിക്കാനായിട്ട്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 100/2 × 108 + 99. ആൻസർ 10,350 ആയിരിക്കും കിട്ടുന്നത്.